ഇടുക്കി കണ്ണമ്പടിയിലെ ആദിവാസി യുവാവിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിച്ച വനം വകുപ്പ്. പോലീസ് കേസ് അന്വേഷണം പൂർത്തിയാക്കിയെങ്കിലും വിചാരണയ്ക്ക് സർക്കാരിൽ നിന്നും അനുമതി ലഭിക്കാത്തതിനാൽ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ച് ഇന്ന് കണ്ണമ്പടിയിലെ വനം വകുപ്പ് സെക്ഷൻ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിക്കും. ഇടുക്കി കണ്ണമ്പടിയിലെ ആദിവാസി യുവാവിനെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കള്ളക്കേസിൽ കുടുക്കിയത് 2 വർഷം മുൻപാണ്. സരുണിന്റെ ഓട്ടോറിക്ഷയിൽ കന്നുകാലിയിറച്ചി വെക്കുകയും ഇത് കാട്ടിറച്ചിയാണെന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. 11 ദിവസത്തോളം നിരപരാധിയായ യുവാവ് ജയിലിൽ കഴിഞ്ഞു. ഈ സംഭവം മാതൃഭൂമി ന്യൂസാണ് പുറത്തെത്തിച്ചത്. കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ വനംവകുപ്പ് അന്വേഷണം നടത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തു. മനുഷ്യാവകാശ കമ്മീഷനടക്കം ഇടപെട്ടതിന് ശേഷമാണ് സരുൺ നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കുന്നത്. ഹൈക്കോടതിയടക്കം പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയതോടെ ഇവരെ അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. ഇതിൽ അന്വേഷണം പൂർത്തിയായെങ്കിലും കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. സർക്കാർ ഉദ്യോഗസ്ഥരുടെ വിചാരണയ്ക്ക് പ്രോസിക്യൂഷൻ അനുമതി നൽകാത്തതാണ് തടസ്സം. നിയമസഭ ഒന്നടങ്കമെടുത്ത് കുറ്റക്കാരായ പ്രതികളായിട്ടുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കുന്നതിനുള്ള എല്ലാവിധ സഹായങ്ങളും ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ഗോത്രവിഭാഗത്തിന് എത്തിച്ച് നൽകി ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്ന് ഞങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. പ്രോസിക്യൂഷൻ അനുമതി വൈകുന്നതിനെതിരെ ഇന്ന് ആദിവാസി സംഘടനയുടെ നേതൃത്വത്തിൽ കണ്ണമ്പടി ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ ധർണ സംഘടിപ്പിക്കുന്നുണ്ട്. നടപടിയുണ്ടായില്ലെങ്കിൽ സരുണിന്റെ മാതാപിതാക്കൾ ഓഫീസിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിക്കും. മാതൃഭൂമി ന്യൂസ്, ഇടുക്കി.